നമസ്കാരം. കിംസ് ഹെൽത്ത് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് കിംസ് റീജൻസ് ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് സീനിയർ കൺസൾട്ടന്റ് ആയ ഡോക്ടർ കെ പി അഷ്റഫ് ആണ്. സർ നമസ്കാരം. നമസ്കാരം. ഓക്കെ സർ, നമുക്കറിയാം സർ ഏകദേശം ഒരു 15 വർഷത്തിലധികമായി ഈ ഒരു പീഡിയാട്രിക്സ് രംഗത്തിലേക്ക് സർ കടന്നു വന്നിട്ട്. സോ സാറിന്റെ ആ ഒരു കരിയറിലെ ആദ്യത്തെ കാലഘട്ടത്തിലുള്ള ആ ഒരു കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങളും ഇപ്പോഴത്തെ ആ ഒരു ആരോഗ്യ പ്രശ്നങ്ങളും തമ്മിലൊന്ന് താരതമ്യം ചെയ്ത് നോക്കുകയാണെങ്കിൽ സാറിന്റെ അഭിപ്രായത്തിൽ എന്താണ് വന്ന മാറ്റങ്ങൾ എന്താണ്? എൻ്റെ കാഴ്ചപ്പാടിൽ നിന്ന് മാത്രമല്ല, റിയൽ ആയിട്ട് തന്നെ യഥാർത്ഥത്തിൽ കുട്ടികളുടെ രോഗാവസ്ഥകളും ആരോഗ്യ രംഗത്തും കാര്യമായ മാറ്റം ഈ കഴിഞ്ഞ ഒരു 15 വർഷമായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ കുട്ടികളിൽ സാംക്രമിക രോഗങ്ങൾ മൂലമുള്ള ബുദ്ധിമുട്ടുകളാണ് കൂടുതൽ കുട്ടികളെ അലട്ടിയിരുന്നത്. അത്തരം രോഗങ്ങളായിരുന്നു നമ്മൾ ആദ്യം നേരത്തെ കൂടുതലായിട്ട് കണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ 10-15 വർഷമായിട്ട് അത്തരം സാംക്രമിക രോഗങ്ങളുടെ എണ്ണം കുറഞ്ഞിരിക്കുന്ന സമയത്ത് തന്നെ പുതിയ പ്രശ്നങ്ങളാണ് കുട്ടികളിൽ കൂടി വരുന്നത്. അതായത് വലിയ ആളുകളിൽ നേരത്തെ കണ്ടിരുന്ന അസുഖങ്ങൾ പതുക്കെ കുട്ടികളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ, കുട്ടികളിലെ പ്രമേഹം, കുട്ടികളിലെ അമിതവണ്ണം, കുട്ടികളിലെ രക്താതിസമ്മർദ്ദം, ഇത്തരം കാര്യങ്ങളൊന്നും ഒരു 10-20 വർഷം മുമ്പ് നമ്മളത്ര ആയിട്ട് കണ്ടിരുന്നില്ല. അത് നമ്മുടെ ഒരു വലിയ കൺസേൺ ആയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അത്തരം രോഗങ്ങൾ തന്നെ കുട്ടികളിലേക്ക് പതുക്കെ കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണുള്ളത്. ഒപ്പം സാംക്രമിക രോഗങ്ങൾ മുഴുവനായിട്ട് പോയിട്ടുണ്ടെന്നല്ല ഇതിൻ്റെ അർത്ഥം. പക്ഷേ മറിച്ച് പരമ്പരാഗതമായിട്ട് നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന സാംക്രമിക രോഗങ്ങൾ നമ്മുടെ ലൈഫിലും നമ്മുടെ ചുറ്റുപാടിലും വന്ന മാറ്റങ്ങൾ മൂലം കുറഞ്ഞിട്ടുണ്ട്. കൂടുതൽ നല്ല സാഹചര്യങ്ങളും കൂടുതൽ വൃത്തിയുള്ള ചുറ്റുപാടുകളും വന്നതോടെ അത്തരം രോഗങ്ങൾ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ പുതിയ മൈഗ്രേഷൻ പല ഭാഗത്തു നിന്നുള്ള ആളുകൾ നമ്മുടെ നാട്ടിലേക്ക് വരുന്നതോടെ നമുക്ക് നേരത്തെ അറിയാതിരുന്ന പല അസുഖങ്ങളും നമ്മുടെ നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒപ്പം തന്നെ നമ്മുടെ ജലസ്രോതസ്സുകൾ കൂടുതലായിട്ട് മലിനപ്പെട്ട് വരികയാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ അമീബിക് മസ്തിഷ്ക ജ്വരം പോലുള്ള അസുഖങ്ങൾ ഇപ്പം കൂടുതലായിട്ട് കണ്ടുവരുന്നത്. പിന്നെയാണെങ്കിൽ നേരത്തെ നമുക്കറിയാത്ത കുറേ വൈറസ് രോഗങ്ങൾ നമ്മുടെ നാട്ടിൽ വളരെ കോമൺ ആയിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ RSV വൈറസ്, മെറ്റനൂമോ വൈറസ്, ഇതുപോലത്തുള്ള വൈറസുകളെല്ലാം നമ്മുടെ നാട്ടിലേക്ക് കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരു കാരണം നമ്മൾ പല ഭാഗങ്ങളും വളരെ കൂടുതലായിട്ട് യാത്ര ചെയ്യുകയും മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള വൈറസ് വഹിച്ചുകൊണ്ട് ആളുകൾ ഇങ്ങോട്ടേക്ക് വരുന്നതിൻ്റെയും കാരണമായിട്ടാണ്. പിന്നെ കുട്ടികളിലെ ഭക്ഷണ രീതിയിൽ വന്ന മാറ്റം കൊണ്ടുവന്നുള്ള പുതിയ പ്രശ്നങ്ങൾ. അപ്പം വളരെ കാര്യമായ ഒരു മാറ്റം കഴിഞ്ഞ 10-15 വർഷമായിട്ട് കുട്ടികളുടെ ആരോഗ്യരംഗത്ത് ഉണ്ടായിട്ടുണ്ട്. സർ, ഇപ്പം ഭക്ഷണ രീതിയെ കുറിച്ച് പറഞ്ഞു. അതിപ്പം മെയിൻ ആയിട്ട് നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പം കാണുന്നതാണ് കുട്ടികൾ ജങ്ക് ഫുഡിലാണ് അവർ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അവരുടെ താല്പര്യങ്ങൾ കൂടുതലായിട്ട് ജങ്ക് ഫുഡിലേക്കാണ്. അതിന്റെ കൂടെ തന്നെ ഇപ്പം എക്സസൈസോ അങ്ങനത്തെ ഒന്നുമില്ല. കുട്ടികൾ അവരുടെ വീട്ടിൽ തന്നെയാണ്, ഇപ്പം അവധിക്കാലാണെങ്കിലും വീട്ടിന്റെ അകത്ത് തന്നെയാണ് അവർ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അത് എന്തുകൊണ്ട് അവരുടെ ആരോഗ്യത്തെ ഒരു നെഗറ്റീവായിട്ടാണല്ലോ സർ ബാധിക്കുന്നത്. അതിനെക്കുറിച്ച് ലൈഫ് സ്റ്റൈൽ ഡിസീസുകളുടെ കണത്തിൽ പെടുത്താവുന്ന കുറേ അസുഖങ്ങളെ പറ്റി ആയിരിക്കണം ആദ്യത്തെ സംസാരിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ജീവിതശൈലി കുട്ടികളുടെ മൊത്തം ആരോഗ്യത്തിനെ ബാധിച്ചിട്ടുണ്ട്. പണ്ട് കാലത്താണെങ്കിൽ കുട്ടികൾക്ക് കളിക്കാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ടായിരുന്നു. അവർക്ക് കുറച്ചും കൂടി സേഫായിട്ട് കളിക്കാമായിരുന്നു. അവരുടെ വിദ്യാഭ്യാസവും പഠനവും ഒക്കെ കൂടുതൽ കളികൾക്ക് മുൻതൂക്കം കൊടുത്തായിരുന്നു. പിന്നെ കൂടുതൽ സമയം കിട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ കുട്ടികൾ ഒരുപാട് കളിക്കുകയും പിന്നെ അവർക്ക് അന്ന് ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഒരുപാട് നമുക്ക് ഇന്ന് കിട്ടുന്നത് പോലെ ഈസി കാലറി അത്ര കണ്ട് അവർക്ക് കിട്ടിയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭക്ഷണം മിതമായും കളി കൂടുതലായും സംഭവിക്കുന്നതുകൊണ്ട് കുട്ടികളിലെ ആരോഗ്യം, അമിതവണ്ണം പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നില്ല. പക്ഷെ പുതിയ കാലത്ത് കളിക്കാനുള്ള സ്ഥലങ്ങൾ കുറവാണ്. കുട്ടികളുടെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് അവർക്ക് കളിക്കാനുള്ള സമയം കുറവാണ്. ഒപ്പം പുതിയ സ്ക്രീൻ അഡിക്ഷനിലും പുതിയ സോഷ്യൽ മീഡിയ ഇൻട്രാക്ഷനും കുട്ടികളിൽ കൂടുതലുള്ളത് കൊണ്ട് അവർ ഓർഗാനിക് വേൾഡിൽ പുറത്ത് ഔട്ട്സൈഡ് വരികയും കളിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അപ്പം ഇതെല്ലാം വെച്ചുകൊണ്ടാണ് ഇവരുടെ ആരോഗ്യം നിർണ്ണയിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അത് നെഗറ്റീവായിട്ട് തന്നെയാണ്
കുട്ടികളെ ബാധിക്കുന്നതിൽ യാതൊരു സംശയവുമില്ല. ഇപ്പം സാർ ഇപ്പം ഫാസ്റ്റ് ഫുഡിനെ കുറിച്ച് സാർ ഇപ്പം സംസാരിച്ചു. അപ്പം അതേപോലെ ഇപ്പം പഴയ ആ ഒരു പരമ്പരാഗതമായ രീതിയിൽ നിന്നും കുട്ടികൾ ഈ ഒരു ഫാസ്റ്റ് ഫുഡിലേക്ക് വരുമ്പം എന്തുകൊണ്ട് അവരുടെ ആരോഗ്യത്തെ അത് നെഗറ്റീവായി ബാധിക്കുന്നു സാർ ഇപ്പം മെൻഷൻ ചെയ്തു. സോ അപ്പം അങ്ങനെയാണെങ്കിൽ അവരൊരു പീഡിയാട്രീഷ്യന്റെ അല്ലെങ്കിൽ ഒരു ഡയറ്റീഷ്യന്റെയോ അല്ലെങ്കിൽ ഒരു ന്യൂട്രീഷനിസ്റ്റിന്റെയോ കൺസൾട്ടേഷൻ അവർക്കൊപ്പം എന്തുകൊണ്ടും ആവശ്യമായിരിക്കില്ല സാർ ആ ഒരു സിറ്റുവേഷനിൽ? ഓക്കെ, ആദ്യത്തെ എന്നോട് ചോദിച്ചത് പരമ്പരാഗതമായി, അതായത് നമ്മുടെ ഒരു വീട്ടിലെ ശീലങ്ങൾക്കനുസരിച്ച്, നമ്മുടെ പ്രദേശത്തിൻ്റെ ശീലങ്ങൾക്കനുസരിച്ചിട്ട് നമ്മൾ ഫോളോ ചെയ്ത് വന്നിരിക്കുന്ന ഒരു ഫുഡ് രീതിയുണ്ട്. ഒപ്പം പുതിയ ശാസ്ത്രീയമായിട്ട് വിശകലനം ചെയ്ത് കുട്ടികൾക്ക് ഓരോ പ്രായത്തിലും എന്തൊക്കെ ഭക്ഷണം വേണം എന്നതൊക്കെ ശാസ്ത്രീയമായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു ഭക്ഷണ രീതി, അതായിരിക്കണം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ഓക്കെ, ഇതിൽ ഈ ജങ്ക് ഫുഡ് എന്ന് താങ്കളൊരു ജങ്ക് ഫുഡിൻ്റെ ഒരു കാര്യം പറഞ്ഞു. ഈ ജങ്ക് ഫുഡ് എന്ന് പറയുന്നത് നമ്മൾ പൊതുവേ നിർവചിക്കുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് സോൾട്ട് കണ്ടൻറ്റ്, ഒരുപാട് ഫാറ്റ്, അതായത് എസ്പെഷ്യലി ട്രാൻസ് ഫാറ്റ്, നല്ലതല്ലാത്ത അനാരോഗ്യകരമായ ട്രാൻസ് ഫാറ്റ്, ഒരുപാട് കാലറി, ഈസി കാലറി, പിന്നെ കുറേ ഷുഗറി ആയിട്ടുള്ള സാധനങ്ങളെയാണ് നമ്മൾ സാധാരണ ജങ്ക് ഫുഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫുഡുകൾ ആക്ച്വലി ഇത് നമ്മുടെ ഒരു പുതിയ കാലത്തിൽ വന്ന മാറ്റമാണ്. ഈ ജങ്ക് ഫുഡിനെ നമ്മൾ കൂടുതൽ കുട്ടികൾ അഡിക്റ്റ് ആയിട്ട് പോകുന്നത്. പരമ്പരാഗതമായ ശൈലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡിൻ്റെ കാര്യത്തിൽ അതൊരു പൂർണ്ണമായും ശരിയായിട്ടുള്ള ഒരു ടേം അല്ല അത്, പരമ്പരാഗത ശൈലി. കാരണം ഈ പരമ്പരാഗത ശൈലി തന്നെ കുറേ കാലമായിട്ട് മാറിക്കൊണ്ടിരുന്നതാണ്. ഒരു 10-40 വർഷത്തിന് മുമ്പ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കുത്തരിച്ചോറും നമ്മുടെ ചുറ്റുമുള്ള കിഴങ്ങ് വർഗ്ഗങ്ങളും ഇലക്കറികളും, പിന്നെ നമുക്ക് ധാരാളം കിട്ടുന്ന മത്സ്യം, പിന്നെ കോക്കനട്ടിൻ്റെ നമ്മുടെ തേങ്ങയുടെ ഉൽപ്പന്നങ്ങൾ, ഇതൊക്കെയായിരുന്നു നമ്മുടെ കുട്ടികളിൽ അടക്കം കൊടുത്തിരുന്ന ഭക്ഷണ രീതി. പക്ഷേ അത് പിന്നീട് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ മാറി നമ്മുടെ വീടുകളിൽ മൈദയും ഗോതമ്പുകളൊക്കെ വന്നു കയറുകയും അതിനനുസരിച്ചിട്ട് കുട്ടികൾക്ക് കൊടുക്കുന്ന ഫുഡിൽ മാറ്റം വന്നിട്ടുണ്ട്. ഒപ്പം ഈ നമ്മുടെ ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം അടുത്തായിട്ട് നമ്മൾ പൊതുവെ ശീലിച്ചു വരുന്ന ഒരു രീതിയാണ് കുട്ടികളിൽ കായ്പൊടി അല്ലെങ്കിൽ ബിസ്ക്കറ്റുകൾ അടിച്ചു കൊടുക്കുക. കുട്ടികൾ 6 മാസത്തിൽ ഫുഡ് കൊടുക്കാൻ തുടങ്ങുമ്പോൾ ഈ 1-2 സാധനങ്ങൾ കൊടുക്കാറുണ്ട്. അതൊക്കെ ഒരു പരമ്പരാഗതമായ ഒരു രീതിയായിട്ട് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. പക്ഷേ ഇത് ശരിയല്ല. അപ്പോൾ പരമ്പരാഗത ശൈലിയിലും തെറ്റുണ്ട്. ഒപ്പം നമ്മുടെ ഈ ജങ്ക് ഫുഡുകളിലും അതിൻ്റേതായ കുഴപ്പങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് താങ്കൾ പറഞ്ഞതുപോലെ ഇത് രണ്ടിനെയും, ഈ പഴയ രീതിയുടെ ഗുണങ്ങളെയും പുതിയ അറിവിനെയും സമന്വയിപ്പിച്ചിട്ടുള്ള ഒരു ഭക്ഷണ പ്ലാനാണ്, അല്ലെങ്കിൽ ഒരു ഫുൾ പ്ലാനാണ് കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. അതായത് കുട്ടികളുടെ ഓരോ പ്രായത്തിലും എത്ര കാലറി വേണം, അതിൽ എത്ര കാർബോഹൈഡ്രേറ്റുകൾ, അതായത് ധാന്യങ്ങൾ അടങ്ങുന്ന ഫുഡുകൾ എത്ര ഉണ്ടാവണം, ഫാറ്റ്, കൊഴുപ്പിൻ്റെ അംശം എത്ര ഉണ്ടാവണം, അല്ലെങ്കിൽ പ്രോട്ടീൻ്റെ അളവ് എത്ര ഉണ്ടാവണം. അപ്പോൾ ഇതിനനുസരിച്ചിട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ലതാണ്. അതിനൊരു ന്യൂട്രീഷനിസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ ഒരു പീഡിയാട്രീഷ്യൻ്റെയോ സഹായം എപ്പോഴും കുട്ടികൾക്ക് നല്ലത് തന്നെയാണ്. ഓക്കെ, ഇപ്പം എക്സാമ്പിൾ എന്നല്ല, നമ്മളൊരു ഗൈഡ് ലൈൻ പ്രകാരം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഒരു 1000 മുതൽ 1200 കാലറി വരെ എനർജി വേണം. ഓക്കെ, അത് കഴിഞ്ഞ് ഒരു 2 മുതൽ 5 വയസ്സ് വരെ ആണെങ്കിൽ ഒരു 1500, ഒരു റഫ്ലി സ്പീക്കിംഗ് ഒരു 1500 കാലറി വേണം. അത് 5 വയസ്സിന് മേലെയാണെങ്കിൽ ഒരു 2000 കാലറി. കുട്ടികൾ വലുതാകുന്നതോടെ ഒരു അഡോളസെൻസ്, അവർ വളർച്ചേൻ്റെ ഏറ്റവും നല്ല ഘട്ടത്തിലാണെങ്കിൽ ഒരു 2500 മുതൽ 3000 കാലറി വരെ പറ്റും. ഇതാണ് അവർക്ക് വേണ്ട എനർജി നീഡ്, കാലറി നീഡ്സ്. ഇതിനെ നമ്മൾ കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പ്രോട്ടീനായിട്ട് റഫ്ലി നമുക്ക് ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന വിധത്തിൽ പറയാൻ നല്ലത്, കാർബോഹൈഡ്രേറ്റ് ഒരു 50%, ഓക്കെ, ഒരു ഫാറ്റ് ഒരു 30%, ഒരു 20% പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ ഈ മൊത്തം കാലറി നമുക്ക് കിട്ടേണ്ടത് ഈ പ്രപ്പോർഷൻ നിന്നായിരിക്കണം. 50% കാർബോഹൈഡ്രേറ്റ്, 30% ഫാറ്റ്, 20% പ്രോട്ടീൻസ്. അപ്പോൾ ഇതുപോലുള്ളൊരു ഇങ്ങനെ ഒരു റഫായിട്ടുള്ള ഒരു ഐഡിയ നമ്മുടെ പാരൻസ് അറിഞ്ഞിരിക്കേണ്ടത് നല്ലതാണ്. എങ്കിൽ അമിതവണ്ണം കുട്ടികളിലും
തെറ്റായ ഭക്ഷണ രീതികളും നമുക്ക് ഒരു പരിധിവരെ ഒഴിവാക്കാൻ പറ്റും. ഇത് കൂടാതെ കുട്ടികൾക്ക് പച്ചക്കറികളും ഫ്രൂട്ട്സുകളും നട്ട്സ് പോലത്തുള്ള ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റുകളും കൊടുക്കണം. എങ്കിൽ മാത്രമേ അവർക്ക് വേണ്ടത്ര പ്രോട്ടീൻ, വൈറ്റമിൻസ്, മിനറൽസും ഫൈബർ കണ്ടൻറ്റൊക്കെ കിട്ടുള്ളൂ. സർ, നമുക്കറിയാം ഇപ്പം ഫിസിക്കൽ ഹെൽത്ത് ഒരു കുട്ടിയുടെ ശാരീരിക ആരോഗ്യം പോലെ തന്നെ എന്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ കുട്ടികളുടെ മാനസിക ആരോഗ്യം കൂടി. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികളുടെ ഇടയിൽ ഈ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഡേ ബൈ ഡേ കൂടി വരികയാണ്. ഇപ്പം ചെറിയൊരു പ്രശ്നങ്ങൾ പോലും അവർക്ക് താങ്ങാൻ പറ്റുന്നില്ല. അത് ഫൈനലി അതൊരു സൂയിസൈഡ് എന്നുള്ള ആ ഒരു അറ്റംപ്റ്റിലേക്ക് വരെ എത്തിപ്പെടുകയാണ്. സോ എന്താണ് സാറിന്റെ ചിന്തയിൽ എന്തായിരിക്കാം ഇതിന്റെ റീസൺസ്, അല്ലെങ്കിൽ എന്താകാം ഇതിനൊരു പോം വഴിയൊക്കെ എന്തായിരിക്കാം സർ? വളരെ കാലിക പ്രസക്തിയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പോയിന്റാണത്. വളരെ കാലിക പ്രസക്തിയുള്ള ഒരു ചോദ്യവും ആണ് ആദ്യത്തെ ചോദിച്ചത്. കുട്ടികളുടെ മാനസിക പ്രശ്നങ്ങൾ ഇതിന് മുമ്പ് ഒരിക്കലും ഇല്ലാത്ത വിധത്തിൽ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇതിൻ്റെ ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന്, കുട്ടികൾ ഒരുപാട് എക്സ്പോഷർ ഇപ്പോൾ കിട്ടുന്ന ഒരു കാലമാണ്. അവരുടെ ഏറ്റവും അടുത്ത ചുറ്റുപാടിനപ്പുറത്തേക്ക് എന്ത് നടക്കുന്നു എന്നുള്ളത് കുട്ടികൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അതിന് കാരണം നമ്മുടെ സോഷ്യൽ മീഡിയ, അല്ലെങ്കിൽ കുട്ടികൾ ഇൻവോൾവ് ചെയ്യുന്ന ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, അല്ലെങ്കിൽ യൂട്യൂബ് പോലത്തുള്ള ചാനലുകളാണ്. അപ്പോൾ അവരെ പോലുള്ള കുട്ടികൾ മറ്റ് സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുന്നു എന്നുള്ളത് അവർ ഓരോരോ നിമിഷവും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ കുട്ടികളിലും അത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ അനുകരിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുന്നുണ്ട്. പിന്നെ മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത വിധത്തിൽ പാരൻസും കുട്ടികളും തമ്മിലുള്ള ഒരു ഡിസ്കോർഡൻസും കൂടി, അല്ലെങ്കിൽ ഒരു അഭിപ്രായ ഭിന്നത കൂടി വരുന്ന ഒരു സമയമാണ്. അതിൻ്റെ ഒരു കാരണം ഇത് തന്നെയാണ്. കാരണം പാരൻസ് കുറച്ചും കൂടി നേരത്തെ ഉള്ളൊരു ജനറേഷൻ്റെ ഭാഗമായിരിക്കുകയും കുട്ടികൾ പുതിയ ജനറേഷൻ്റെ ഭാഗമായിട്ട് ഇരിക്കുകയും ചെയ്യുമ്പോൾ ഈ സിങ്ക്രോണി, അല്ലെങ്കിൽ ഈ ഒരു അഭിപ്രായ ഐക്യമില്ലായ്മ സ്വാഭാവികമാണ്. അപ്പോൾ അതിന് നേരത്തെ ആണെങ്കിൽ ഇത്തരം അഭിപ്രായ ഐക്യമില്ലായ്മയൊക്കെ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അപ്പോൾ കുട്ടികൾ അതിനെ കോപ്പി ചെയ്യാൻ എടുക്കുന്ന മെത്തേഡുകൾ ഡിഫറെൻ്റ് ആയിരുന്നു. പണ്ട് കാലത്ത് കുട്ടികൾ ഒന്നിക്കലും വെറുതെ ഒന്ന് കരയോ, അല്ലെങ്കിൽ വീട്ടിൽ വെറുതെ മിണ്ടാതിരിക്കുകയോ, അല്ലെങ്കിൽ ഒരു അടി കൊണ്ട് കഴിഞ്ഞാൽ മിണ്ടാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്നൊരു കാലത്തായിരുന്നു. പക്ഷേ ഇന്ന് കുട്ടികൾക്ക് ഇങ്ങനെ മറ്റേ വേറൊരു സ്ഥലത്ത് ഇതുപോലെ അടി കൊണ്ട കുട്ടി എന്താണ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ചെയ്യണം എന്നുള്ളൊരു അനുകരണശീലം കൂടി കുട്ടികളുടെ അടുത്ത് വരുന്നതോടെ കാര്യങ്ങൾ കുറച്ചും കൂടി സങ്കീർണമായി പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ മാനസിക സംഘർഷങ്ങൾക്ക് വേറൊരു കാരണമുള്ളത്, കുട്ടികൾ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ പുതിയ കുട്ടികളിലുള്ള സബ്സ്റ്റാൻസുകളുടെ തെറ്റായ ഉപയോഗം, ലഹരി പദാർത്ഥങ്ങളിലേക്കുള്ളവരുടെ കുറച്ചും കൂടി ഇൻ്റലിജൻസ്, അല്ലെങ്കിൽ കുറച്ചും കൂടി കൂടുതലായിട്ട് ലഹരി പദാർത്ഥങ്ങളിലേക്ക് അവർ തിരിയുന്നത്. പണ്ട് കാലത്ത് നമുക്ക് ആകെയുള്ള ലഹരി എന്ന് പറയുന്നത് ഒന്നിക്കൽ ഒരു സ്മോക്കിങ്ങോ, അല്ലെങ്കിൽ ടീനേജ് ആകുമ്പോൾ നമ്മളൊരു വലിയ ആളായി എന്ന് കാണിക്കാൻ വേണ്ടി ഒന്നുകിൽ ഒരു സ്മോക്ക് ചെയ്യുക, കൂടി പോയാലൊരു ബിയർ കഴിക്കുക, അതൊക്കെയായിരുന്നു. പക്ഷേ അതിൽ നിന്നൊക്കെ മാറി ഈ സാധനങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് അവൈലബിൾ ആവുകയും അതെല്ലാം അവർ ആ പ്രായത്തിൻ്റെ ഭാഗമായിട്ട് അവർ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുന്നിടത്ത് അവർക്ക് എല്ലാ സാധനവും വളരെ ഈസി ആയിട്ട് കിട്ടുകയും ചെയ്യുമ്പോഴാണ് ഒരു വലിയ അപകടത്തിലേക്ക് അവർ പോകുന്നത്. ഇതും അവരിൽ ഒരു വലിയ മാനസിക സംഘർഷം ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ കുട്ടികളിലുള്ള ഈ റോൾ മോഡലുകളുടെ ഒരു അഭാവം, പലപ്പോഴും തെറ്റായ റോൾ മോഡലുകളും തെറ്റായ ലീഡർഷിപ്സൊക്കെയാണ് കുട്ടികളിൽ ഇൻഫ്ലുവൻസ് ചെലുത്തുന്നത്. ഇതെല്ലാം കുട്ടികളിൽ വലിയ മാനസിക സംഘർഷങ്ങൾക്ക് കാരണമാവാറുണ്ട്. ഇതിൻ്റെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാരണങ്ങൾ ടാക്കിൾ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. കുട്ടികളുടെ ചെറിയ പ്രായം മുതൽ വളരുന്ന സാഹചര്യങ്ങൾ കുറച്ചും കൂടി അവരെ ഇൻവോൾവ് ചെയ്യിപ്പിക്കാനും അവരുടെ കാര്യങ്ങൾ കൂടി കേൾക്കാനും അവരെ ഇൻക്ലൂസീവായിട്ട് ഉള്ളൊരു സൊസൈറ്റിയാണ് അവരുടെ ചുറ്റുമുള്ളതെന്ന് അവരെ ബോധ്യപ്പെടുത്താനും നമുക്ക് പറ്റിയാൽ കുറച്ചും കൂടി സോഷ്യൽ ഇൻട്രാക്ഷൻ കൂട്ടുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ കുട്ടികളുടെ മാനസിക സംഘർഷങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. നമ്മളിപ്പോൾ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കുട്ടികളും മാറുന്ന ജീവിത സാഹചര്യങ്ങളും എന്ന ടോപ്പിക്കാണ്. സോ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നില്ല. ഇതിന്റെ ബാക്കി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം.